ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റ് പിന്നെ അതിൻ്റെ ഇൻസേർഷൻ ഡിലീഷൻ എല്ലാ കേസസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ സർക്കുലർ ലിസ്റ്റാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ നോർമൽ ലിങ്ക്ഡ് ലിസ്റ്റിനും ഈ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിനും ഉള്ള ഡിഫറൻസ് നോക്കാം. ഇതാണ് നോർമൽ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഒരു എക്സാമ്പിൾ. ഇതിൽ ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ ഹെഡ് വെച്ചിട്ട് പോയിൻ്റ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ അടുത്ത എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ട്. ദെൻ അതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ അടുത്ത എലമെൻറ്റിൻ്റെ അഡ്രസ്സ്. ഇങ്ങനെ എല്ലാം കണക്റ്റഡ് ആണ്. ആൻഡ് ലാസ്റ്റ് നോഡ് ഏതാണോ അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നള്ളായിരിക്കും. അതിൻ്റെ കൂടെ വേറെ കണക്ഷനൊന്നുമില്ല. ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് എപ്പോഴും നല്ലതായിരിക്കും. ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റ്, സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ്. ആൻഡ് ഇതിൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കേസിൽ നമ്മൾ ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് കാണും. അങ്ങനെ ഇതൊരു സർക്കിൾ ഫോം ചെയ്യും. സോ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ സെക്കൻഡ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ അടുത്ത എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ലാസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ട്. ഇനി ഇതാണ് ലാസ്റ്റ് എലമെൻറ്റിൻ്റെ നെക്സ്റ്റ് പാർട്ടിൻ്റെ അഡ്രസ്സിൽ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ഉണ്ട്. സോ ഇതിങ്ങനെ ഒരു സർക്കിളാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ ഫ്രണ്ട് മോസ്റ്റ് എലമെൻറ്റിൻ്റെ ഹെഡാക്കി എന്നിട്ട് അത് വെച്ചിട്ടാണ് ബാക്കി ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്തത്. ഇനി സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഞാൻ ഇവിടെ ടെയിൽ പോയിൻ്ററാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെഡ് യൂസ് ചെയ്യാം, ടെയിലും യൂസ് ചെയ്യാം. ബട്ട് ഹെഡ് യൂസ് ചെയ്യുമ്പോൾ ഓരോ ടൈമും നിങ്ങൾക്ക് ഇതുവരെ ട്രാവേഴ്സ് ചെയ്ത് വരേണ്ടി വരും. ഞാൻ ഇപ്പോൾ ടെയിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ ട്രാവേഴ്സിംഗ് ഒന്നും വരത്തില്ല. അപ്പോൾ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഞാൻ ടെയിൽ പോയിൻ്ററാണ് യൂസ് ചെയ്യുന്നത്. ആ ലിസ്റ്റിലുള്ള ലാസ്റ്റ് എലമെൻറ്റിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിലെങ്ങനെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഒരു നോഡിൽ നമ്മൾ ഈ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒരു എലമെൻറ്റിനെ നോഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു നോഡ് ഇങ്ങനെയായിരിക്കും. ഈ നോഡിൽ രണ്ട് പാർട്ടാണുള്ളത്. ഒരു പാർട്ട് ഡേറ്റ പാർട്ട്, ഇനി അടുത്ത പാർട്ട് നെക്സ്റ്റ് പാർട്ടാണ്. നെക്സ്റ്റിൽ നമ്മൾ അടുത്ത നോഡിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെയായിരിക്കും ഒരു നോഡിൻ്റെ സ്ട്രക്ചർ. ഇനി ഈ സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ ഡേറ്റ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചർ ഒരു ഡേറ്റ ടൈപ്പാണ്. ആൻഡ് സ്ട്രക്ചറിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റാസിനെ ഒരു ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ നോഡ് എടുത്താൽ അതിൽ രണ്ട് പാർട്സാണ് ഉള്ളത്. ഡേറ്റ പാർട്ടുണ്ട്, നെക്സ്റ്റ് പാർട്ടുണ്ട്. നെക്സ്റ്റ് പാർട്ടിൽ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അത് പോയിൻ്റർ ആയിരിക്കും. അപ്പോൾ ഇൻറ്റീജറും പോയിൻ്ററും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രക്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം സ്ട്രക്റ്റ് കീവേഡ് യൂസ് ചെയ്യണം. സ്ട്രക്റ്റാണ് സ്ട്രക്ചറിൻ്റെ കീവേഡ്. എന്നിട്ട് സ്ട്രക്ചറിന് ഒരു പേര് കൊടുക്കണം. ഇത് ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ നോഡല്ലേ യൂസ് ചെയ്യുന്നത്. സോ സ്ട്രക്ചറിൻ്റെ പേര് ഞാൻ നോഡായിട്ട് തന്നെ കൊടുത്തു. ഇനി അത് ഓപ്പൺ ചെയ്തിട്ട് അത് നമുക്ക് ആവശ്യമുള്ള പാർട്സ് ഏതൊക്കെയാണെന്ന് കൊടുക്കാം. ഈ ഒരു സ്ട്രക്ചർ എടുത്താൽ എനിക്ക് രണ്ട് പാർട്സാണ് വേണ്ടത്. ഒന്ന് ഡേറ്റ പാർട്ടിൽ ഞാൻ ഇപ്പോൾ എല്ലാത്തിലും ഇൻറ്റീജർ വാല്യൂസാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റ് ഡേറ്റ കൊടുത്തു. ഇനി അടുത്ത പാർട്ട് പോയിൻ്ററാണ്. അപ്പോൾ പോയിൻ്റർ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ. പോയിൻ്ററെല്ലാം നമ്മൾ ഈ സ്റ്റാർ വെച്ചിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ആൻഡ് പോയിൻ്ററിൻ്റെ പേര് നെക്സ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ നെക്സ്റ്റ്. ഇനി ഈ നോഡിന് ആവശ്യമുള്ള പാർട്സ് എല്ലാം കൊടുത്തു. സോ ഈ സ്ട്രക്ചർ ക്ലോസ് ചെയ്യാം. സ്ട്രക്ചർ ക്ലോസ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് സെമിക്കോളൻ കൊടുക്കണം. ഇനി അടുത്ത ഇതിൽ നമുക്ക് ഈ പ്രോഗ്രാമിൽ ആവശ്യമുള്ള പോയിൻറ്റേഴ്സ് എല്ലാം തന്നെ ഡിക്ലെയർ ചെയ്യാം. ഇങ്ങനെയാണ് ഒരു നോഡിൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ നോഡിൻ്റെ ബോഡി ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ ഓരോ ടൈം ഇൻസേർട്ട് ചെയ്യുമ്പോഴും ഒരു പുതിയ പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് ഡേറ്റ ഇൻസേർട്ട് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഓരോ ടൈം ഇൻസേർട്ട് ചെയ്യുമ്പോഴും ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ന്യൂ നോഡിൻ്റെ പേര് ന്യൂ നോഡായിട്ട് കൊടുക്കുന്നു. അപ്പോൾ സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ ന്യൂ നോഡ് ഇങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് നോർമൽ ഒരു പോയിൻ്ററാണ് ക്രിയേറ്റ് ആയി കിട്ടുന്നത്. ഒരു പോയിൻ്ററാണ്, അത് ഒരു അഡ്രസ്സിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു ന്യൂ നോഡ് ഈ ഒരു സ്ട്രക്ചറിലോട്ട് കൊണ്ടുവരണം. സോ ഞാൻ ഇതിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. അപ്പോൾ ന്യൂ നോഡ് ഈക്വൽ ടു സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് ടൈപ്പ് കാസ്റ്റ് ആയി കിട്ടും. ഈ ഒരു നോഡ് ഈ ഒരു ഫോർമാറ്റിലോട്ട് മാറും. ഇനി ഇതിനുള്ള മെമ്മറി നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് malloc ഓഫ് സൈസ് ഓഫ് അതിനുള്ള മെമ്മറി ഈ സ്ട്രക്ചറിൻ്റെ സൈസ് ആയിരിക്കണം. അപ്പോൾ സൈസ് ഓഫ് നമ്മൾക്ക് ഏതിൻ്റെ സൈസാണോ കൊടുക്കേണ്ടത് അത് മെൻഷൻ ചെയ്യാം. എനിക്കിപ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ ഈ ഒരു സൈസാണ് വേണ്ടത്. അപ്പോൾ സൈസ് ഓഫ് സ്ട്രക്റ്റ് നോഡ് എന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യമേ ഒരു നോർമൽ പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തു.
അതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് ഈ ഒരു ഫോർമാറ്റിലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അതിനാവശ്യമുള്ള സൈസാണ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. MLOC ഓഫ് സൈസ് ഓഫ് സ്ട്രക്ട് നോഡ്. ഇങ്ങനെയാണ് ഒരു പുതിയ നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിലുള്ള ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ നോക്കാം. ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ടോട്ടൽ 6 കേസസ് ആണുള്ളത്. 3 കേസസ് ഇൻസേർഷൻ ആൻഡ് 3 കേസസ് ഡിലീഷൻ. ഫസ്റ്റ് വൺ ആണ് ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്. ഇതിൽ ഇൻസേർഷൻ 3 കേസസ് ആണുള്ളത്. ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്, ഇൻസേർഷൻ അറ്റ് എൻഡ് ആൻഡ് ഇൻസേർഷൻ അറ്റ് എനി പൊസിഷൻ. ഇതിൽ ആദ്യം ഇൻസേർഷൻ അറ്റ് ബിഗിനിങ് നോക്കാം. നമ്മൾ ഒരു ന്യൂ നോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എല്ലാ കേസിലും ആദ്യം ആ ലിസ്റ്റ് എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യണം. എംപ്റ്റി ആണെങ്കിൽ ടെയിൽ ഈക്വൽ ടു നള്ളായിരിക്കും. ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലിസ്റ്റ് എംപ്റ്റി ആണ്. അപ്പോൾ നമ്മളൊരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യണം. ഇതിൽ പറഞ്ഞതുപോലെ ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ന്യൂ നോഡിൻ്റെ ഡേറ്റ പാർട്ടിൽ യൂസർ എൻ്റർ ചെയ്യുന്ന ആ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യണം. ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് നള്ളാക്കണം. ഇതിൽ ഫുള്ളും പോയിൻറ്റേഴ്സ് അല്ലേ. സോ ന്യൂ നോഡിൻ്റെ ഡേറ്റ പാർട്ടാണെങ്കിൽ ന്യൂ നോഡ് ഈക്വൽ ടു ഡേറ്റ അങ്ങനെ കൊടുക്കാൻ പാടില്ല. ന്യൂ നോഡ് ആരോ മാർക്ക് ഡേറ്റ ഈക്വൽ ടു യൂസർ എൻ്റർ ചെയ്യുന്ന ഡേറ്റ ആൻഡ് ന്യൂ നോഡ് ആരോ മാർക്ക് നെക്സ്റ്റ് ഈക്വൽ ടു നള്ളാക്കി വെക്കണം. ഇനി ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ ടെയിലിനെ ന്യൂ നോഡ് ആക്കിയാൽ മതി. ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലിസ്റ്റിൽ ഇപ്പോൾ എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ ടെയിൽ നള്ളാണ്. ആ ഒരു കേസിൽ ടെയിലെടുത്ത് നമ്മൾ ന്യൂ നോഡിലോട്ട് പോയിൻ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് ടെയിലായിട്ട് മാറും. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ന്യൂ നോഡ് ഇതാണ്. ഇത് ടെയിലായിട്ട് മാറും. ന്യൂ നോഡും ഇതിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. പിന്നെ ഈ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലാസ്റ്റ് നോഡ് എപ്പോഴും ഫസ്റ്റ് നോഡിനെ പോയിൻ്റ് ചെയ്യും. ഈ ഒരു കേസിൽ ഇപ്പോൾ ഇതാണ് ഫസ്റ്റ് നോഡ്, ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത നോഡാണ് ഫസ്റ്റ് നോഡ്, ആൻഡ് അത് തന്നെയാണ് ലാസ്റ്റ് നോഡും. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നള്ളാവാൻ പാടില്ല. അതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഈ സെയിം നോഡിൻ്റെ അഡ്രസ്സ് തന്നെ വേണം. അപ്പോൾ ടെയിൽ നെക്സ്റ്റ് ഈക്വൽ ടു ടെയിൽ എന്ന് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഈ ന്യൂ നോഡിനെ ടെയിലാക്കി എന്നിട്ട് ടെയിലിൻ്റെ നെക്സ്റ്റ് പാർട്ടിനെ ടെയിൽ തന്നെ ആക്കാം. അപ്പോൾ സപ്പോസ് ഇതിൻ്റെ അഡ്രസ്സ് 2000 ആണെങ്കിൽ ഇതിനെ നൾ മാറ്റിയിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിലും 2000 കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. സോ ലിസ്റ്റ് എംപ്റ്റി ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ടെയിൽ ഈക്വൽ ടു നൾ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ടെയിലിനെ ന്യൂ നോഡ് ആക്കണം. എന്നിട്ട് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ടെയിലാക്കിയാൽ മതി. ഇത്രേ ഉള്ളൂ എംപ്റ്റി ലിസ്റ്റിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി എൽസ് കേസിൽ ആ ലിസ്റ്റിൽ ഓൾറെഡി എലമെൻറ്റ്സ് ഉണ്ട്, 1 or more എലമെൻറ്റ്സ് ഉണ്ട്. അതിലെങ്ങനെ ഇൻസേർട്ട് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഇതാണ് ലിസ്റ്റ്. 3 എലമെൻറ്റ്സ് ആണ് ഉള്ളത്, 2, 3 and 4. ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ലൊക്കേഷൻ 100, സെക്കൻഡിൻ്റെ ലൊക്കേഷൻ 200, ലാസ്റ്റിൻ്റെ ലൊക്കേഷൻ 300. ഈ ലാസ്റ്റ് എലമെൻറ്റിനെയാണ് ടെയിൽ പോയിൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൽ പുതിയൊരു നോഡ് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ന്യൂ നോഡിൻ്റെ ഡേറ്റ പാർട്ടിൽ ഒരു ഡേറ്റ വയ്ക്കാൻ. ഞാൻ ഇവിടെ 7 ആണ് എടുക്കുന്നത്. അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ആദ്യമേ നമ്മൾ നള്ളാക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്രസ്സ് 800 ആണെന്ന് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു നോഡ് നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടി. ഇതിനെ നമ്മൾ ഫ്രണ്ട് പൊസിഷനിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇൻസേർഷൻ അറ്റ് ബിഗിനിങ് ആണ്. അപ്പോൾ ഈ ലിസ്റ്റിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ് ഈ ഒരു ഇതിനെ നമ്മൾ കൊണ്ടുവന്ന് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലിസ്റ്റ് ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇതിനും ന്യൂ നോഡിനും ഫസ്റ്റ് നോഡിനും ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ നമുക്കറിയാം ടെയിൽ നോഡ് എപ്പോഴും ഫ്രണ്ട് നോടെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിലിപ്പോൾ പോയിൻ്റ് ചെയ്യുന്നത് കറൻ്റ്ലി ഫ്രണ്ടിലുള്ള എലമെൻറ്റിനെയാണ്. നമ്മൾ ന്യൂ നോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫ്രം ദ ബിഗിനിങ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന എലമെൻറ്റാണ് ഫ്രണ്ടിലുള്ളത്. സോ ഈ ടെയിലിൻ്റെ പാർട്ട് മാറ്റിയിട്ട് ന്യൂ നോഡിലോട്ട് കൊടുക്കണം. ഇങ്ങനെയാണ് ഇതിൽ ഇൻസേർഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ന്യൂ നോഡില്ലേ, ഈ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഈ നോഡിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ഇതാണ് കറൻ്റ്ലി ഫ്രണ്ടിലുള്ള എലമെൻറ്റ്. അപ്പോൾ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആവും. എന്നിട്ട് ഈ ടെയിലിൻ്റെ നെക്സ്റ്റ് എടുത്തിട്ട് ന്യൂ നോഡിലോട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ അഡ്രസ്സ് ഉള്ളത് ടെയിലിൻ്റെ നെക്സ്റ്റിലാണ്. അപ്പോൾ ന്യൂ നോഡ് നെക്സ്റ്റ് ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. ന്യൂ നോഡ് നെക്സ്റ്റ് ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ്. ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഇപ്പോൾ കറൻ്റ്ലി നള്ളാണ്. ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ടെയിലിൻ്റെ നെക്സ്റ്റ് പാർട്ടിലുള്ളത് 100. അപ്പോൾ ഈ 100 ഈ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ വരും. അപ്പോൾ 700 ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ടെയിൽ പോയിൻ്റർ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ടെയിൽ നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് കൊടുത്താൽ മതി. നമുക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആവും. ടെയിൽ നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ലിങ്ക് ക്രിയേറ്റ് ആയി. ഈ കണക്ഷൻ ബ്രേക്കായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ന്യൂ നോഡിനെ ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ആദ്യം നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ഡേറ്റ പാർട്ടിൽ ഡേറ്റ ഇൻസേർട്ട് ചെയ്യണം. നെക്സ്റ്റ് പാർട്ട് നള്ളാക്കണം. എന്നിട്ട് ആദ്യമേ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ടെയിലിൻ്റെ നെക്സ്റ്റ് പാർട്ടിലുള്ള അഡ്രസ്സ് കൊടുക്കണം. ദെൻ ടെയിലിനെ എടുത്ത് ന്യൂ നോഡിലോട്ട് ചേഞ്ച് ആക്കിയാൽ മതി.
നെക്സ്റ്റ് വൺ ആണ് ഇൻസേർഷൻ അറ്റ് എൻഡ്. ഇൻസേർഷൻ അറ്റ് എൻഡ് ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ ലിസ്റ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലിസ്റ്റ് എം ടി ആണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ന്യൂ നോഡിനെ ടെയിലാക്കണം. ടെയിൽ ഈക്വൽ ടു ന്യൂ നോഡ് കൊടുക്കണം. എന്നിട്ട് ടെയിലിൻ്റെ നെക്സ്റ്റ് ഈക്വൽ ടു ടെയിൽ എന്ന് കൊടുത്താൽ മതി. ബിക്കോസ് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിൽ ലാസ്റ്റ് ഇതിൻ്റെ അഡ്രസ്സ് എപ്പോഴും ഫസ്റ്റ് നോഡിനെ പോയിൻ്റ് ചെയ്യും. സോ ടെയിൽ നെക്സ്റ്റ് ഈക്വൽ ടു ടെയിൽ എന്ന് കൊടുക്കണം. അപ്പോഴേ അത് സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആവത്തുള്ളൂ. ഇനി എൽസ് കേസിൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. എൽസ് കേസിൽ നമ്മൾ ആദ്യം ഒരു ന്യൂ നോഡിനെ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇൻസേർഷൻ അറ്റ് എൻഡ് അല്ലേ, അപ്പോൾ ഈ എൻഡിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. നമ്മളൊരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഡേറ്റ പാർട്ടിൽ ഇപ്പോൾ ഞാൻ 4 ഇൻസേർട്ടാക്കി. ആൻഡ് അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നള്ളാക്കി ആദ്യമേ. ആൻഡ് ഇതിൻ്റെ അഡ്രസ്സ് 700 ആണ്. ഇങ്ങനെ ഒരു നോഡ് എനിക്ക് ക്രിയേറ്റ് ആയി കിട്ടി. ഇനി ലാസ്റ്റിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ ടെയിലിൽ നിന്ന് ന്യൂ നോഡിന് ഒരു കണക്ഷൻ പോകണം. ആൻഡ് ഓൾസോ ഈ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡാണ് ഇപ്പോൾ കറൻ്റ്ലി ലാസ്റ്റ് നോഡ്. നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതായിരിക്കും ലാസ്റ്റ് നോഡ്. അപ്പോൾ അതിൽ നിന്ന് ഒരു കണക്ഷൻ ഈ ഫ്രണ്ട് നോഡിലോട്ട് പോകണം. എന്നാലേ ഇൻസേർഷൻ അറ്റ് എൻഡ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇതിൽ നമ്മളിപ്പോൾ ആദ്യമേ ഈ ടെയിലെടുത്ത് ന്യൂ നോഡിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ടിൻ്റെ അഡ്രസ്സ് എടുക്കാൻ വേറെ വേ ഒന്നും ഇല്ലാതാവും. അപ്പോൾ ആദ്യം നമ്മൾ ഈ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ടെയിലിൻ്റെ നെക്സ്റ്റ് പാർട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആവും. എന്നിട്ട് ടെയിലെടുത്ത് ന്യൂ നോഡിലോട്ട് മാറ്റിയാൽ മതി. സോ എൻഡിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആദ്യം എം ടി ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കണം. എം ടി അല്ലാത്ത കേസിൽ ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തിട്ട് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ് എന്ന് കൊടുക്കണം. ന്യൂ നോഡ് നെക്സ്റ്റ് ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു നോഡിനും ഫ്രണ്ട് എലമെൻറ്റിനും ഒരു കണക്ഷൻ ക്രിയേറ്റ് ആയി. നമ്മൾ ക്രിയേറ്റ് ചെയ്ത നോഡിനും ഫ്രണ്ട് എലമെൻറ്റിനും ഒരു കണക്ഷൻ ക്രിയേറ്റ് ആവും. ഇപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ഒരു കണക്ഷൻ മാത്രമാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു കണക്ഷൻ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ടെയിൽ നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് കൊടുത്താൽ മതി. ടെയിൽ നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഒരു കണക്ഷനും ക്രിയേറ്റ് ആവും. ഇങ്ങനെ നമുക്ക് ഒരു കണക്ഷനും കൂടി ക്രിയേറ്റ് ആവും. ഇത് ബ്രേക്കായി, ഈ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആയി, ഈ ഒരു കണക്ഷനും ക്രിയേറ്റ് ആയി. ഇപ്പോൾ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് ആയി. പക്ഷേ സർക്കുലർ ലിസ്റ്റിൽ എപ്പോഴും ലാസ്റ്റ് നോഡ് ഏതാണോ അതിനെയാണ് ഈ ടെയിൽ പോയിൻ്റ് ചെയ്യേണ്ടത്. സോ ഇനി ഈ ടെയിൽ ഇവിടെ നിന്ന് എടുത്ത് ഈ ഒരു പൊസിഷനിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ടെയിൽ ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഇൻസേർഷൻ അറ്റ് എൻഡ് കംപ്ലീറ്റ് ആവും. ആദ്യം ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ടെയിലിൻ്റെ നെക്സ്റ്റ് പാർട്ടിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ ന്യൂ നോഡിനും ഫ്രണ്ട് എലമെൻറ്റിനും കണക്ഷൻ ക്രിയേറ്റ് ആവും. ഇനി ടെയിലിൻ്റെ നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് കൊടുക്കണം. അപ്പോൾ ടെയിലിനും ന്യൂ നോഡിനും ഒരു കണക്ഷൻ ക്രിയേറ്റ് ആവും. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ടെയിലിൻ്റെ പൊസിഷൻ എടുത്തിട്ട് ന്യൂ നോഡിലോട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഇൻസേർഷൻ അറ്റ് എൻഡ്. ഇനി അടുത്തുള്ളതാണ് ഇൻസേർഷൻ അറ്റ് എനി പൊസിഷൻ. ഇൻസേർഷൻ അറ്റ് എനി പൊസിഷൻ ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലിസ്റ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. എം ടി ആണെങ്കിൽ ടെയിലിനെ ന്യൂ നോഡ് ആക്കിയിട്ട് ടെയിൽ നെക്സ്റ്റ് ഈക്വൽ ടു ടെയിൽ എന്ന് കൊടുത്താൽ മതി. എൽസ് കേസിൽ നമ്മൾ ഫ്രം ദ യൂസർ ഒരു പൊസിഷൻ ഇൻപുട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ ആ ഒരു പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യമേ ഞാൻ ഒരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തു. നോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ പാർട്ടിൽ 7, നെക്സ്റ്റ് പാർട്ട് നള്ളാക്കി. ആൻഡ് ഓൾസോ ഇതിൻ്റെ അഡ്രസ്സ് 800 ആക്കി. ഓക്കെ, ഇപ്പോൾ യൂസർ എൻ്റർ ചെയ്യുന്ന പൊസിഷൻ 4 ആണെന്ന് വയ്ക്കാം. 4 ആണെങ്കിൽ ഇത് 1, 2, 3 ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ന്യൂ നോഡിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇതാണ് 4th പൊസിഷൻ. അപ്പോൾ ഈ ഒരു നോഡിനും അഡ്രസ്സ് 300നും 400നും ഇൻ ബിറ്റ്വീനാണ് നമ്മൾ ന്യൂ നോഡിനെ ഇൻസേർട്ട് ആക്കേണ്ടത്. അപ്പോൾ ആദ്യമേ നമ്മൾ പൊസിഷൻ ഇൻസേർട്ട് ചെയ്യണം. പൊസിഷൻ 4 ആണ് യൂസർ എൻ്റർ ചെയ്തത്. ഇനി നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ പോയിൻ്റർ വേണം. ബിക്കോസ് ടെയിൽ വെച്ചിട്ട് നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ടെയിൽ എപ്പോഴും ലാസ്റ്റ് എലമെൻറ്റിനെയാണ് പോയിൻ്റ് ചെയ്യേണ്ടത്. സോ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പോയിൻ്റർ ടെമ്പും കൂടി എടുക്കുവാണ്. അപ്പോൾ ആദ്യമേ ടെമ്പിനെ ഈ ഫസ്റ്റ് നോഡിലോട്ട് പോയിൻ്റ് ചെയ്യിപ്പിക്കണം. ബിക്കോസ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഫസ്റ്റ് പൊസിഷൻ തൊട്ടാണ്. അപ്പോൾ ടെമ്പിനെ ഫസ്റ്റ് പൊസിഷനിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ടെമ്പ് ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. ടെമ്പ് ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ ടെയിലിലുള്ളത് ടെയിലിൻ്റെ നെക്സ്റ്റ് പാർട്ടിലുള്ളത് 100 ആണ്. അപ്പോൾ ടെയിൽ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഈ 100ലോട്ട് വരും. അപ്പോൾ ഇവിടെയാണ് ടെമ്പ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പ് ഇപ്പോൾ ഈ ഒരു പൊസിഷനിലോട്ട് പോയിൻ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വൈൽ ലൂപ്പ് വെച്ചിട്ട് ട്രാവേഴ്സ് ചെയ്യുന്നു. ഇത് ട്രാവേഴ്സ് ചെയ്യുമ്പോൾ ഒരു ഐ വേരിയബിൾ കൂടി എടുക്കാം. ഐ ഈക്വൽ ടു 1 എടുക്കാം. അപ്പോൾ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ വൈൽ ഐ ലെസ് ദാൻ പൊസിഷൻ -1 വരെ എനിക്കിത് ട്രാവേഴ്സ് ചെയ്യണം. ഇപ്പോൾ പൊസിഷൻ 4 ആണ്. അപ്പോൾ 4 - 1 എന്ന് പറയുന്നത് 3 ആണ്. ഐ ലെസ് ദാൻ 3 പറയുമ്പോൾ ഐ വാല്യൂ 1 ആവും, ഐ വാല്യൂ
2 ആവാം, ഐ വാല്യൂ 1 ആവാം, ഐ വാല്യൂ 2 ആവാം. 3 ആവുമ്പോൾ ഇത് വർക്ക് ആവത്തില്ല. ഓക്കെ, അപ്പോൾ വൈൽ ഐ ലെസ് ദാൻ പൊസിഷൻ -1 വരുമ്പോൾ നമ്മൾ ടെമ്പിനെ ഒരു നെക്സ്റ്റ് ഇതിലോട്ട് നെക്സ്റ്റ് നോഡിലോട്ട് മൂവ് ചെയ്യണം. ടെമ്പ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഐ വാല്യൂ 1 ആണ്. ഐ വാല്യൂ 1, പൊസിഷൻ -1 3 ആണ്. അപ്പോൾ 1 ലെസ് ദാൻ 3 കണ്ടീഷൻ ട്രൂ ആണ്. ആദ്യമേ നമുക്ക് ടെമ്പ് ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. ലൂപ്പിൻ്റെ അകത്ത് പോകുമ്പോൾ ടെമ്പിനെ നമ്മൾ ടെമ്പ് നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു. ടെമ്പ് നെക്സ്റ്റിൽ 200 ആണുള്ളത്. അപ്പോൾ 200ലോട്ട് ടെമ്പ് പോകും. ടെമ്പ് ഇപ്പോൾ ഇവിടെ വന്നു. ഇനി അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. വാല്യൂ 2 ആവും. 2 ലെസ് ദാൻ 3 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ടെമ്പിനെ ടെമ്പ് നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു. ടെമ്പ് നെക്സ്റ്റ് 300 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ടെമ്പ് ഈ ഒരു പൊസിഷനിലോട്ട് പോകും. ടെമ്പ് ഇപ്പോൾ ഇവിടെ വന്നു. ഇനി അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ 3 ലെസ് ദാൻ 3 കണ്ടീഷൻ ഫോൾസ് ആണ്. സോ ലൂപ്പിൻ്റെ അകത്ത് പോകത്തില്ല, ലൂപ്പിൻ്റെ പുറത്ത് വരും. ഇനി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. നോഡിനും ഈ ടെമ്പിന് നെക്സ്റ്റിനും ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു നോഡ് നമ്മൾ ഇവിടെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതിനും ഇങ്ങനെ ഒരു കണക്ഷൻ വരും. ഇങ്ങനെ ഒരു കണക്ഷൻ വേണം, പിന്നെ ഇങ്ങനെ ഒരു കണക്ഷൻ വേണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കണക്ഷൻ ചെയ്യുമ്പോൾ ന്യൂ നോഡ് നമ്മളുടെ അടുത്തുണ്ട്. ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഈ ഒരു നോഡിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ഈ ഒരു നോഡിൻ്റെ അഡ്രസ്സ് ഉള്ളത് ടെമ്പ് നെക്സ്റ്റിലാണ്. അപ്പോൾ ന്യൂ നോഡ് നെക്സ്റ്റ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ് എന്ന് കൊടുക്കണം. ന്യൂ നോഡ് നെക്സ്റ്റ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ന്യൂ നോഡിനും അത് കഴിഞ്ഞിട്ടുള്ള നോഡിനും ഒരു കണക്ഷൻ ക്രിയേറ്റ് ആവും. ഇപ്പോൾ ഇത് ടെയിലല്ല, ഞാൻ എടുത്ത എക്സാമ്പിളിൽ ഇത് ടെയിലാണ്. സോ മേ ബി എല്ലാ കേസിലും ഇങ്ങനെ വരണമെന്നില്ല. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ ടെയിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ന്യൂ നോഡ് നെക്സ്റ്റ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആവും. ഇനി നമുക്ക് ഈ ഒരു കണക്ഷനും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ ടെമ്പ് നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ് എന്ന് കൊടുക്കാം. ടെമ്പ് നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ് ഇങ്ങനെ കൊടുത്താൽ മതി. നമുക്കിത് ഇതിൽ ഇൻസേർട്ടായി കിട്ടും. അപ്പോൾ നമ്മൾ പൊസിഷൻ -1 വരെ ട്രാവേഴ്സ് ചെയ്ത് പോകണം. നമ്മൾ ഏത് പൊസിഷനിലാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ പൊസിഷൻ്റെ 1 നോട്ട് ബിഫോർ വരെ ട്രാവേഴ്സ് ചെയ്ത് പോയിട്ട് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് ആ ടെമ്പ് നെക്സ്റ്റിലുള്ള അഡ്രസ്സിന് കൊടുക്കണം. എന്നിട്ട് ന്യൂമ്പിനെ നെക്സ്റ്റ് ന്യൂ നോഡാക്കി മാറ്റിയാൽ മതി. ഇത്രയേ ഉള്ളൂ ഇൻസേർഷൻ അറ്റ് എനി പൊസിഷൻ. അപ്പോൾ ഇൻസേർഷൻ്റെ കേസസ് ഇത്രയേ ഉള്ളൂ. ഇനി ഡെലീഷനിൽ 3 കേസസ് ആണുള്ളത്. ഡെലീഷൻ ഫ്രം ബിഗിനിങ്, എൻഡ് ആൻഡ് എനി പൊസിഷൻ. ആദ്യം ഫ്രം ദി ബിഗിനിങ് നോക്കാം. നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ആ ഒരു ലിസ്റ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലിസ്റ്റ് എം ടി ആണെങ്കിൽ നമുക്കതിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എലമെൻറ്റ്സ് ഒന്നുമില്ല, സോ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ലിസ്റ്റ് എം ടി ആവുന്ന കണ്ടീഷനിൽ ലിസ്റ്റ് എം ടി എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. ഇനി അല്ലാത്ത കേസിൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഈ ഫസ്റ്റ് കേസിൽ ഇതിൽ കുറേ മോർ ദാൻ 1 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ മോർ ദാൻ 1 എലമെൻറ്റ്സ് ഉള്ളപ്പോൾ ഡെലീഷൻ ഫ്രം ബിഗിനിങ് ആണ്. നമ്മൾ ഈ ഒരു നോഡിനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടെയിലിൻ്റെ നെക്സ്റ്റിൽ സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. എന്നാലേ ഫ്രണ്ട് നോഡ് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് നമ്മൾ ഈ ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്താൽ പിന്നെ ഉള്ള ഫ്രണ്ട് ഈ സെക്കൻഡ് എലമെൻ്റ് ആണ്. ടെയിൽ നോഡ് എപ്പോഴും ഫ്രണ്ട് നോഡിനെയാണ് പോയിൻ്റ് ചെയ്യേണ്ടത്. സോ ഈ നോഡ് ഡിലീറ്റ് ചെയ്യുമ്പോൾ ടെയിലിൻ്റെ നെക്സ്റ്റ് ആയിട്ട് ഈ സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ഡിലീറ്റ് ചെയ്യുമ്പോൾ എല്ലാ കേസസിലും ഞാൻ എക്സ്ട്രാ ഒരു പോയിൻ്റർ എടുക്കുന്നുണ്ട്, ടെമ്പ് പോയിൻ്റർ. ബിക്കോസ് ടെമ്പ് പോയിൻ്റർ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു നോഡ് കംപ്ലീറ്റ് മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെയും ഞാൻ ഒരു ടെമ്പ് പോയിൻ്റർ എടുക്കുന്നുണ്ട്. നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന നോഡ് ഏതാണോ അതിന് ടെമ്പ് ആക്കണം. അപ്പോൾ ഇത് ഡിലീഷൻ ഫ്രം ബിഗിനിങ് അല്ലേ. അപ്പോൾ ബിഗിനിങ്ങിലുള്ള നോഡ് എനിക്ക് ടെമ്പ് ആക്കണം. ഈ ബിഗിനിങ്ങിലുള്ള നോഡിൻ്റെ അഡ്രസ്സ് ടെയിലിൻ്റെ നെക്സ്റ്റ് പാർട്ടിലുണ്ട്. അപ്പോൾ ടെമ്പ് ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. ടെമ്പ് ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഈ ഫ്രണ്ട് നോഡിനെ ടെമ്പ് പോയിൻ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ടെയിലിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ഈ സെക്കൻഡ് നോഡിൻ്റെ അഡ്രസ്സ് ഉള്ളത് എനിക്ക് ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ടിലാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കണക്ഷൻ കൊടുക്കാം. നമ്മൾ ടെയിലിനും സെക്കൻഡ് എലമെൻറ്റിനും കണക്ഷൻ കൊടുക്കാം. ടെയിൽ നെക്സ്റ്റ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. ടെയിൽ നെക്സ്റ്റ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ്. ബിക്കോസ് സെക്കൻഡ് എലമെൻറ്റിലോട്ടാണ് ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ടെയിൽ പോയിൻ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് എലമെൻറ്റിൻ്റെ അഡ്രസ്സ് ഉള്ളത് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ നെക്സ്റ്റ് പാർട്ടിലാണ്. ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പേര് ടെമ്പാണ് ഇപ്പോൾ. അപ്പോൾ ടെയിൽ നെക്സ്റ്റ് ഈക്വൽ ടു ടെമ്പ് നെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. നമുക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആവും. ഇനി നമുക്ക് ഈ ഒരു ടെമ്പിനെ ഡയറക്റ്റ് ഡിലീറ്റ് ചെയ്യാം. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നല്ലാക്കണം എന്നൊന്നുമില്ല. ബിക്കോസ് നമ്മൾ ഫ്രീ ഓഫ് ടെമ്പ് യൂസ് ചെയ്യുമ്പോൾ ഇത് ഫ്രം ദ മെമ്മറി ലൊക്കേഷൻ കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഫ്രീ ഓഫ് ടെമ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ ബ്രേക്ക് ചെയ്യണമെന്നില്ല. ഈ ഫ്രീ ഓഫ് ടെമ്പ് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ആ ഒരു കണക്ഷൻ ബ്രേക്ക് ചെയ്യണം. ടെമ്പ് നെക്സ്റ്റ് ഈക്വൽ ടു നൾ എന്ന് കൊടുക്കണം. ടെമ്പ് നെക്സ്റ്റ് ഈക്വൽ ടു നൾ എന്ന് കൊടുക്കുമ്പോൾ ഈ ഒരു കണക്ഷൻ ബ്രേക്ക് ആയി പോകും. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രം ദ ബിഗിനിങ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ആദ്യമേ ഒരു ടെമ്പ് പോയിൻ്റർ എടുക്കാം. ടെമ്പ് പോയിൻ്റർ എടുത്തിട്ട്
ബിഗിനിങ്ങിലുള്ള എലമെൻറ്റിനെ പോയിൻ്റ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് ടെയിലിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് ടെമ്പിൻ്റെ നെക്സ്റ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആയി. എന്നിട്ട് ഈ ടെമ്പിനെ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാം. ആഫ്റ്റർ ഡിലീഷൻ ഇതായിരിക്കും നമ്മളുടെ ഫൈനൽ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ്. ഇപ്പോൾ നമ്മൾ എം ടി കേസും ചെക്ക് ചെയ്തു. ഇതിൽ മോർ ദാൻ 1 എലമെൻ്റ് ഉള്ള കേസും നോക്കി. ഇനി ഒരു കേസും കൂടിയുണ്ട്. ഈ ലിസ്റ്റിൽ ഒറ്റ എലമെൻറ്റ് മാത്രമുള്ള കേസിൽ നമുക്ക് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ടെയിലിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഇങ്ങനെ കൊടുത്താൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു എലമെൻറ്റ് മാത്രമുള്ള കേസിൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഒരു എലമെൻറ്റ് മാത്രമുള്ള കേസിൽ ഇങ്ങനെയായിരിക്കും. ഇത് ടെയിലായിരിക്കും. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ അഡ്രസ്സ് തന്നെ കാണും. അപ്പോൾ ഇങ്ങനെ ഒറ്റ എലമെൻറ്റ് മാത്രമുള്ള കേസിൽ നമ്മൾ ടെമ്പ് ഈക്വൽ ടു ടെയിൽ എന്ന് കൊടുക്കാം. ടെമ്പ് ഈക്വൽ ടു ടെയിൽ എന്ന് കൊടുത്തിട്ട് എന്നിട്ട് ടെയിൽ ഈക്വൽ ടു നല്ലെന്ന് കൊടുത്താൽ മതി. ടെയിൽ ഈക്വൽ ടു നല്ലെന്ന് കൊടുക്കാം. എന്നിട്ട് ഫ്രീ ഓഫ് ടെമ്പും കൊടുക്കാം. നിങ്ങൾ ഇതിൽ ഫ്രീ ഓഫ് ടെമ്പ് യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ടെമ്പ് ഈക്വൽ ടു ടെയിൽ ഇതൊന്നും കൊടുക്കേണ്ട. ടെയിൽ ഈക്വൽ ടു നൾ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഫ്രീ ഓഫ് ടെമ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ടെമ്പ് ഈക്വൽ ടു ടെയിൽ എന്ന് കൊടുത്തത്. എന്നിട്ട് ഫ്രീ ഓഫ് ടെമ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ എലമെൻറ്റ് മാത്രമുള്ള കേസിൽ ആദ്യം ടെമ്പ് പോയിൻ്റർ എടുത്ത് അതിനെ ടെയിലാക്കണം. എന്നിട്ട് ടെയിലിൻ്റെ വാല്യൂ നള്ളാക്കി കൊടുത്താൽ മതി. ദെൻ ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്ത് അത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാം. ഇത് 3 കേസസ് ആണ് ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ലിസ്റ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. എം ടി അല്ലാത്ത കേസിൽ ദെൻ നെക്സ്റ്റ് എൽസ് കേസിൽ ഒറ്റ എലമെൻറ്റ് മാത്രമാണോ ഉള്ളതെന്ന് ചെക്ക് ചെയ്യണം. ഒരു എലമെൻറ്റ് മാത്രം ഉള്ളപ്പോൾ ടെയിൽ നെക്സ്റ്റ് ഈക്വൽ ടു ടെയിലായിരിക്കും. ടെയിൽ നെക്സ്റ്റ് ഈക്വൽ ടു ടെയിലായിരിക്കും. ആ ഒരു കേസിലാണ് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ 2 കേസസും അല്ല എങ്കിൽ ഡയറക്റ്റ് ഈ ഒരു എൽസ് കേസ് ചെയ്യാം. ഡിലീഷൻ ഫ്രം എൻഡ് ചെയ്യുമ്പോഴും 3 കേസസാണ് ചെക്ക് ചെയ്യാനുള്ളത്. ആദ്യം ഈ ലിസ്റ്റ് എം ടി ആണോ എന്ന് നോക്കണം. എം ടി ആണെങ്കിൽ ടെയിൽ ഈക്വൽ ടു നള്ളായിരിക്കും. ആ ഒരു കേസിൽ കനോട്ട് ഡിലീറ്റ് ഒരു ലിസ്റ്റ് എം ടി എന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. ഇനി അടുത്ത കേസിൽ ഈ ഒരു ലിസ്റ്റിൽ ഒരു എലമെൻറ്റ് മാത്രം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഒരു എലമെൻറ്റ് മാത്രമുള്ള കേസിൽ ടെയിൽ ഈക്വൽ ടു ടെമ്പ് കൊടുക്കാം. ദെൻ ടെമ്പ് ഈക്വൽ ടു നൾ ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്താൽ മതി. അത് ഡിലീറ്റ് ആയി പോകും. ഇനി ഈ 2 കേസസും അല്ല, ബാക്കി എൽസ് കേസിൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്ന് നോക്കാം. നമ്മളിതിൽ ഡിലീഷൻ ഫ്രം എൻഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ടെയിൽ നോഡാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടെയിൽ നോഡ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഈ ടെയിലിൻ്റെ ബിഫോർ നോഡ് ഏതാണോ, സെക്കൻഡ് ലാസ്റ്റ് നോഡ് ഏതാണോ അതിനും ഫ്രണ്ട് എലമെൻറ്റിനും ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇത് ഡിലീഷൻ ഫ്രം എൻഡ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിൽ ഫോർവേഡ് ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൽ ബാക്ക്വേർഡ് ഡയറക്ഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതുവരെ നമുക്ക് ട്രാവേഴ്സ് ചെയ്ത് വരണം. ഈ ഒരു നോഡ് വരെ ട്രാവേഴ്സ് ചെയ്ത് വരണം. സോ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടെമ്പ് പോയിൻ്ററാണ് യൂസ് ചെയ്യുന്നത്. ആദ്യമേ ടെമ്പ് ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ് എന്ന് കൊടുത്തു. ടെമ്പ് ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മളുടെ ടെമ്പ് ഈ ഒരു ഫസ്റ്റ് നോഡിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഇനി വൈൽ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് ട്രാവേഴ്സ് ചെയ്ത് വരാം. ട്രാവേഴ്സ് ചെയ്യുമ്പോൾ ടെം നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു ടെയിൽ ആവുന്നത് വരെ നമുക്ക് ട്രാവേഴ്സ് ചെയ്ത് പോകണം. വൈൽ ടെം നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു ടെയിൽ ഈ ഒരു കേസ് വരുന്നത് വരെ എനിക്ക് ടെംപ് പോയിൻ്റർ ഒന്ന് മൂവ് ചെയ്യണം. ടെംപ് പോയിൻ്ററിനെ അടുത്ത നോഡിലോട്ട് മൂവ് ചെയ്യണം. ടെംപ് ഈക്വൽ ടു ടെംപ് നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളുടെ ടെമ്പ് ഉള്ളത് ഈ ഒരു പൊസിഷനിലാണ്. ചെക്ക് ചെയ്യും. ടെമ്പ് നെക്സ്റ്റ് ഇപ്പോൾ 200 ആണ്. ടെയിൽ പോയിൻ്റ് ചെയ്യുന്നത് 400-നെയാണ്. ഇപ്പോൾ 200 നോട്ട് ഈക്വൽ ടു 400 കണ്ടീഷൻ ട്രൂ. അപ്പോൾ ഈ ലൂപ്പിനകത്ത് പോകും. ലൂപ്പിൽ പറയുന്നത് ടെമ്പ് ഈക്വൽ ടു ടെംപ് നെക്സ്റ്റ് ആണ്. അപ്പോൾ ടെമ്പ് നെക്സ്റ്റിലുള്ളത് 200 ആണ്. അപ്പോൾ 200-ലോട്ട് ടെമ്പ് പോകും. ടെമ്പ് കറൻ്റ്ലി ഇപ്പോൾ ഇവിടെ വന്നു. ഇവിടെ നിന്ന് മാറി ഈ ഒരു ലൊക്കേഷനിലോട്ട് വന്നു. ഇനി അടുത്തും ചെക്ക് ചെയ്യുന്നു ടെം നെക്സ്റ്റ് ഈക്വൽ ടു ടെയിൽ ആണോ എന്ന്. ടെം നെക്സ്റ്റ് 300 ആണ്. ടെയിൽ 400 ആണ്. 300 നോട്ട് ഈക്വൽ ടു 400 കണ്ടീഷൻ ട്രൂ ആണ്. സോ ലൂപ്പിൻ്റെ അകത്ത് പോവും. ലൂപ്പിൻ്റെ അകത്ത് ടെമ്പിനെ നമ്മൾ നെക്സ്റ്റ് നോഡിലോട്ട് മൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടെം നെക്സ്റ്റ് 300 ആണ്. അപ്പോൾ 300-ലോട്ട് ടെമ്പ് പോവും. ടെമ്പ് ഇപ്പോൾ ഇവിടെ വന്നു. ഇവിടെ നിന്ന് മാറി ഈ ഒരു ലൊക്കേഷനിലോട്ട് വന്നു. അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു ടെം നെക്സ്റ്റ് ഈക്വൽ ടു ടെയിൽ ആണോ എന്ന്. ഇപ്പോൾ ടെം നെക്സ്റ്റിലുള്ളത് 400 ആണ്. ടെയിലും പോയിൻ്റ് ചെയ്യുന്നത് 400 ആണ്. അപ്പോൾ 2 ഈക്വൽ ആണ്. അപ്പോൾ കണ്ടീഷൻ ഫോൾസ്. ഈ ലൂപ്പിൻ്റെ പുറത്ത് വരും. ഇപ്പോൾ നമുക്ക് ടെമ്പ് ഉള്ളത് ഈ ഒരു ലൊക്കേഷനിലും ടെയിലുള്ളത് ഈ ഒരു ലൊക്കേഷനിലാണ്. ഇപ്പോൾ നമ്മൾ ടെമ്പിനെ ട്രാവേഴ്സ് ചെയ്ത് ഈ ഒരു ലൊക്കേഷനിലോട്ട് കൊണ്ടുവന്നു. പക്ഷേ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന നോഡ് ഏതാണോ അതിനെ ടെമ്പ് ആക്കണം. ആൻഡ് ഓൾസോ നമ്മൾ ഈ ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്താൽ ഈ ലിസ്റ്റിലുള്ള ലാസ്റ്റ് എലമെൻറ്റ് ഇപ്പോൾ കറൻ്റ്ലി ടെമ്പ് ഏതാണോ ഇതായിരിക്കും ലാസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ അതിനെ നമുക്ക് ടെയിലാക്കണം. സോ ടെയിലെടുത്ത് ഇങ്ങോട്ട് കൊടുക്കുന്നു, ടെമ്പിനെ ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ ടെയിലും ടെമ്പും ആദ്യം നമ്മൾ സ്വാപ്പ് ചെയ്യണം. എന്നിട്ട് ഡിലീറ്റ് ചെയ്യാം. ആദ്യം ടെയിൽ ഈക്വൽ ടു
ടെമ്പ് എന്ന് കൊടുക്കാം. ടെയിൽ ഈക്വൽ ടു ടെമ്പ് എന്ന് കൊടുക്കുമ്പോൾ ടെയിൽ ഈ ഒരു പൊസിഷനിലോട്ട് വരും. ടെയിൽ ഈക്വൽ ടു ടെമ്പ് കൊടുക്കുമ്പോൾ ടെയിൽ ഈ ഒരു പൊസിഷനിലോട്ട് വരും. ഇനി നമുക്ക് ടെമ്പ് എടുത്ത് ലാസ്റ്റ് നോഡിലോട്ട് കൊടുക്കണം. നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന നോഡ് ഏതാണോ അതിന് ടെമ്പ് കൊടുക്കണം. അപ്പോൾ ടെമ്പ് ഈക്വൽ ടു ടെം നെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. ടെം നെക്സ്റ്റിലുള്ളത് ടെയിലിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ലൂപ്പിൻ്റെ പുറത്ത് വന്നതിന് ശേഷം ആദ്യം ടെയിലിനെ ടെമ്പ് ആക്കുന്നു. അപ്പോൾ ടെയിൽ ഈക്വൽ ടു ടെമ്പ് കൊടുക്കുമ്പോൾ ഇതാണ് ടെമ്പ് ടെയിലായി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ടെമ്പ് ഈക്വൽ ടു ടെം നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ടെമ്പ് ഇവിടെ നിന്ന് മാറി ഈ ഒരു പൊസിഷനിലോട്ട് വരും. ഓക്കെ, ഇനി ഈ ടെയിലിൻ്റെ നെക്സ്റ്റ് പാർട്ടിൻ്റെ അഡ്രസ്സിൽ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. ബിക്കോസ് നമ്മൾ ഈ നോഡിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇതാണ് ടെയിൽ നോഡ്, ഇത് പോയിൻ്റ് ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സിനെയാണ്. അപ്പോൾ ടെയിൽ നെക്സ്റ്റ് ഈക്വൽ ടു ടെം നെക്സ്റ്റ് എന്ന് കൊടുക്കാം. ബിക്കോസ് ഫസ്റ്റ് ഇതിൻ്റെ അഡ്രസ്സ് ഉള്ളത് കറൻ്റ്ലി ടെമ്പിലാണ്, ടെമ്പ് നെക്സ്റ്റിലാണ് ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ഉള്ളത്. അപ്പോൾ ടെയിൽ നെക്സ്റ്റ് ഈക്വൽ ടു ടെം നെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. നമുക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആവും. ഇനി ഇത് കഴിഞ്ഞിട്ട് ടെമ്പിനെ നമ്മൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാം. ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്താൽ മതി. ഈ ടെമ്പ് കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോകും. ഈ ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്തില്ലെങ്കിൽ ഈ ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ട് നല്ലാക്കണം, എന്നാലേ ഈ ഒരു കണക്ഷൻ ബ്രേക്ക് ആവത്തുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ടെയിലിൻ്റെ നെക്സ്റ്റ് പാർട്ട് ടെമ്പിൻ്റെ നെക്സ്റ്റ് കൊടുത്തിട്ട് ഇത് മാത്രം ഡിലീറ്റ് ചെയ്താൽ മതി. ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്താൽ മതി, കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഡിലീഷൻ ഫ്രം എൻഡ് ചെയ്യുമ്പോൾ 3 കേസസ് ചെക്ക് ചെയ്യണം. ആദ്യം ലിസ്റ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലിസ്റ്റ് എം ടി ആണെങ്കിൽ ലിസ്റ്റ് എം ടി എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ ഒറ്റ എലമെൻറ്റേ ഉള്ളൂ എന്ന് ചെക്ക് ചെയ്യണം. ഒറ്റ എലമെൻ്റ് ഉള്ള കേസിൽ ആ ന്യൂ നോഡിനെ ടെയിലാക്കണം. ദെൻ ടെയിൽ നെക്സ്റ്റ് ഈക്വൽ ടു ടെയിൽ കൊടുത്താൽ മതി. ആൻഡ് അല്ലാത്ത കേസിൽ മോർ ദാൻ 1 എലമെൻ്റ് ഉള്ള കേസിൽ ആദ്യം ടെം പോയിൻ്റർ വെച്ചിട്ട് ടെയിലിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് നോഡ് വരെ നമ്മൾ ടെം പോയിൻ്റർ വെച്ച് ട്രാവേഴ്സ് ചെയ്ത് പോകണം. എന്നിട്ട് ടെയിലിനെയും ടെമ്പിനെയും പൊസിഷൻസ് സ്വാപ്പ് ചെയ്യണം. ടെയിൽ ഈക്വൽ ടു ടെമ്പ് കൊടുക്കണം. എന്നിട്ട് ടെമ്പ് ഈക്വൽ ടു ടെം നെക്സ്റ്റ് കൊടുത്ത് ഇതിനെ സ്വാപ്പ് ചെയ്യാം. സ്വാപ്പ് ചെയ്തിട്ട് ടെയിൽ നെക്സ്റ്റ് ഈക്വൽ ടു ടെം നെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. ദെൻ ടെമ്പിനെ നമ്മൾ ഫ്രീ ഓഫ് യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ ആണ് ഡിലീഷൻ ഫ്രം എനി പൊസിഷൻ. ഇതിലും ആദ്യം നമ്മൾ ലിസ്റ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ലിസ്റ്റ് എം ടി ആണെങ്കിൽ ലിസ്റ്റ് എം ടി എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. അല്ലാത്ത കേസിൽ ഒരു എലമെൻറ്റ് മാത്രം ഉണ്ടല്ലോ എന്ന് ചെക്ക് ചെയ്യണം. ഒരു എലമെൻറ്റ് മാത്രമുള്ള കേസിൽ ആ ഒറ്റ എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യാം. ടെമ്പ് ഈക്വൽ ടു ടെയിൽ, പിന്നെ ടെയിൽ ഈക്വൽ ടു നല്ലാക്കിയിട്ട് ഫ്രീ ഓഫ് ടെമ്പ് കൊടുത്താൽ മതി. ഇനി അല്ലാത്ത കേസിൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഫ്രം ദ യൂസർ ഒരു പൊസിഷൻ ഇൻപുട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂസർ പറയുന്നത് 3 ആണ്. അപ്പോൾ തേർഡ് പൊസിഷനിലുള്ള നോഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇതിൽ തേർഡ് പൊസിഷനിലുള്ളത് 1 2 3 ഈ ഒരു നോഡാണ് തേർഡ് പൊസിഷനിലുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു നോഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇനി ഐ വാല്യൂ ആദ്യമേ 1 ആക്കാം. ദെൻ ഇതിൽ ഞാൻ 2 പോയിൻ്ററിൻ്റെ കോൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്, ടെമ്പും കറണ്ടും. അത് 2 പോയിൻ്റർ യൂസ് ചെയ്തിട്ട് ഇതുവരെ ട്രാവേഴ്സ് ചെയ്ത് വരണം. ഇതിനെ ടെമ്പ് ആക്കണം, ഇതിനെ കറണ്ട് ആക്കണം. സോ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ഞാൻ ടെം പോയിൻ്റർ എടുത്തു. ടെമ്പ് ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ് എന്നാക്കി. ടെമ്പ് ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഈ ടെമ്പ് ഫസ്റ്റ് നോഡിനെ ആയിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. ബിക്കോസ് ടെയിലിൻ്റെ നെക്സ്റ്റ് അഡ്രസ്സിലുള്ളത് ഫസ്റ്റ് നോഡാണ്. അപ്പോൾ ടെമ്പ് ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ടെമ്പ് ഫസ്റ്റ് നോഡേ ആയിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വൈൽ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് ട്രാവേഴ്സ് ചെയ്യാം. വൈൽ ഐ ലെസ് ദാൻ പൊസിഷൻ വരുന്നത് വരെ എനിക്ക് ട്രാവേഴ്സായി വരണം. ഐ ലെസ് ദാൻ പൊസിഷൻ വരെ ട്രാവേഴ്സ് ചെയ്യണം. അങ്ങനെ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ വേറൊരു പോയിൻ്ററും കൂടി എടുക്കുന്നുണ്ട്, കറണ്ടിനെ ടെമ്പ് ആക്കുന്നു. എന്നിട്ട് ടെമ്പിനെ നെക്സ്റ്റ് നോഡിലോട്ട് ഞാൻ മൂവ് ചെയ്യുന്നു. ടെമ്പ് ഈക്വൽ ടു ടെം നെക്സ്റ്റ്. ദെൻ വൈൽ ലൂപ്പിൻ്റെ പുറത്ത് വന്നു. ഓക്കെ, ആദ്യം ഈ ലൂപ്പ് എങ്ങനെ വർക്ക് ആവുമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ടെമ്പ് ഇവിടെയാണുള്ളത്. ഐ വാല്യൂ 1 ആണ്, 3 വാല്യൂ 0 ആണ്. ഇതിൻ്റെ കൂടെ ഐയും ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കണം. ഐ വാല്യൂ 1 ആണ്, പൊസിഷൻ 3 ആണ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ, 1 ലെസ് ദാൻ 3 കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ കറണ്ടിനെ ടെമ്പ് ആക്കണം. ഇപ്പോൾ ടെമ്പ് ഉള്ളത് ഈ ഒരു പൊസിഷനാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കറണ്ട് ആക്കണം. എന്നിട്ട് ടെമ്പ് നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ ടെമ്പ് ഇവിടെ നിന്ന് ടെമ്പ് നെക്സ്റ്റ് 200 ആണ്. അപ്പോൾ 200ലോട്ട് ടെമ്പ് വരും. അപ്പോൾ ഇപ്പോൾ കറണ്ട് ഉള്ളത് ഫസ്റ്റ് ഇതിലും ടെമ്പ് ഉള്ളത് സെക്കൻഡ് പൊസിഷനിലും. ദെൻ ഐ വാല്യൂ 1 ഇൻക്രിമെൻ്റ് ആവും. അപ്പോൾ 2 ആവും, ഐ 2 ആവും. നെക്സ്റ്റ് 2 ലെസ് ദാൻ 3 കണ്ടീഷൻ ട്രൂ ആണ്. സോ വീണ്ടും കറണ്ടിനെ എടുത്ത് ടെമ്പിലോട്ട് കൊടുക്കണം. ടെമ്പ് ഇപ്പോൾ ഇവിടെയാണുള്ളത്. അപ്പോൾ ഇതിനെ ഞാൻ കറണ്ടാക്കി. എന്നിട്ട് ടെമ്പിനെ അതിൻ്റെ നെക്സ്റ്റ് പൊസിഷനിലോട്ട് മൂവ് ചെയ്യുന്നു. ടെമ്പ് ഈക്വൽ ടു ടെം നെക്സ്റ്റ്. അതിൻ്റെ നെക്സ്റ്റ് പൊസിഷൻ 300 ആണ്. അപ്പോൾ 300ലോട്ട് ടെമ്പിനെ ഞാൻ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇത് ടെമ്പായി. ടെമ്പ് ഇവിടെ നിന്ന് മാറി ഈ ഒരു പൊസിഷനിലോട്ട് വന്നു. അപ്പോൾ കറണ്ട് ഉള്ളത് ഇതിലും ടെമ്പ് ഉള്ളത് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട നോഡിലാണ്. ഓക്കെ, നെക്സ്റ്റ് ഐ വാല്യൂ 1 ഇൻക്രിമെൻ്റ് ആവും. ഐ വാല്യൂ 3 ആയി. 3 ലെസ് ദാൻ 3 കണ്ടീഷൻ ഫോൾസ് ആണ്. സോ ലൂപ്പ് ഇതോടെ സ്റ്റോപ്പ് ആവും. ലൂപ്പ് സ്റ്റോപ്പ് ആകുമ്പോൾ നമുക്ക് കറണ്ട് ഉള്ളത് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട നോഡിൻ്റെ ഫ്രണ്ടിലും ടെമ്പ് ഉള്ളത് നമ്മൾ
ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന നോഡിലാണ്. നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന നോഡ് ഇതാണ്, ടെമ്പാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ കറണ്ടിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ടിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. നമുക്ക് ഈ നോഡിനും ഇതിൻ്റെ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് നോഡിന് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഈ കറണ്ടിനും നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന നോഡിൻ്റെ നെക്സ്റ്റ് നോഡിന് ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോഴാണ് ഈ ഒരു നോഡിനെ നമ്മൾ ഡിലീറ്റ് ചെയ്താലും ഇതിനും ഒരു കണക്ഷൻ വരും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കറണ്ടിൻ്റെ നെക്സ്റ്റിൻ്റെ അഡ്രസ്സ് ടെമ്പിൻ്റെ നെക്സ്റ്റ് ആക്കണം. കറണ്ട് നെക്സ്റ്റ് ഈക്വൽ ടു ടെം നെക്സ്റ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കണക്ഷൻ ക്രിയേറ്റ് ആയി. ഇങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആയി. ഇനി ഈ ടെമ്പിനെ നമ്മൾ ചുമ്മാ ഡിലീറ്റ് ചെയ്താൽ മതി. ഫ്രീ ഓഫ് ടെമ്പ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ടെമ്പ് ഫ്രം ദ മെമ്മറി ലൊക്കേഷൻ കംപ്ലീറ്റ് ഡിലീറ്റ് ആയിപ്പോയി. നമുക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ആയി. ഇതാണ് നമ്മളുടെ ഫൈനൽ ലിങ്ക്ഡ് ലിസ്റ്റ്. നെക്സ്റ്റ് വൺ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മളിത് ഫുള്ള് ട്രാവേഴ്സ് ചെയ്യണം. അപ്പോൾ ട്രാവേഴ്സിങ്ങിന് വേണ്ടിയിട്ട് ടെമ്പ് പോയിൻ്റർ എടുക്കുകയാണ്. ടെമ്പ് ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ് ആക്കുന്നു. ബിക്കോസ് ഡിസ്പ്ലേ ഫസ്റ്റ് നോഡിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പ് ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ടെമ്പ് ഇപ്പോൾ ഈ ഫസ്റ്റ് നോഡിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഇനി വൈൽ ലൂപ്പ് വെച്ചിട്ട് നമുക്ക് ട്രാവേഴ്സ് ചെയ്യാം. വൈൽ ടെം നോട്ട് ഈക്വൽ ടു ടെയിൽ നമുക്ക് എന്ത് ചെയ്യണം? ടെമ്പിൻ്റെ ഡേറ്റ പ്രിൻറ്റ് ചെയ്യണം. പ്രിൻ്റ് ഓഫ് %d, ഇതിൽ ഇൻറ്റീജറാണ്, അതുകൊണ്ട് %d കൊടുക്കുന്നു. %d, ടെമ്പ് ആരോ മാർക്ക് ഡേറ്റ ഇങ്ങനെ കൊടുക്കുമ്പോൾ ടെമ്പിലുള്ള ഡേറ്റ പാർട്ടിൽ ഏത് വാല്യൂ ആണോ ഉള്ളത് അത് പ്രിൻ്റ് ആയി കിട്ടും. അത് കഴിഞ്ഞിട്ട് ടെമ്പിനെ ഞാൻ ടെമ്പ് നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു. ടെമ്പ് ഈക്വൽ ടു ടെം നെക്സ്റ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ഈ വൈൽ ലൂപ്പ് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഉണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം നമ്മളുടെ ടെമ്പ് ഉള്ളത് ടെയിൽ നെക്സ്റ്റ് ഈ ഫസ്റ്റ് പൊസിഷനിലാണ്. അപ്പോൾ ടെമ്പ് വാല്യൂ ഇപ്പോൾ 100 ആണ് ആൻഡ് ടെയിൽ വാല്യൂ 400 ആണ്. 100 നോട്ട് ഈക്വൽ ടു 400 കണ്ടീഷൻ ട്രൂ. അപ്പോൾ ഈ ലൂപ്പിൻ്റെ അകത്ത് പോവും. ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ ടെമ്പ് ഡേറ്റ ആണ് പ്രിൻ്റ് ചെയ്യിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ടെമ്പിലുള്ള ഡേറ്റ പാർട്ടിൽ 1 ആണുള്ളത്. അപ്പോൾ 1 പ്രിൻ്റ് ആവും. എന്നിട്ട് ടെമ്പിൻ്റെ വാല്യൂ നമ്മൾ നെക്സ്റ്റ് നോഡിലോട്ട് മൂവ് ചെയ്തിരിക്കുന്നു. ടെമ്പിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ 200 ആണുള്ളത്. അപ്പോൾ ടെമ്പ് 200ലോട്ട് പോകും. ടെമ്പ് ഇവിടെ വന്നിട്ട് ടെമ്പിൻ്റെ ഡേറ്റ പാർട്ടിലുള്ളത് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. ആദ്യം നമ്മൾ കണ്ടീഷൻ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ ടെമ്പ് വാല്യൂ 200 ആണ്. ടെമ്പ് പോയിൻ്റ് ചെയ്യുന്നത് 200 ആണ്. 200 നോട്ട് ഈക്വൽ ടു 400, ടെയിൽ 400 ആണ്. അപ്പോൾ 200 നോട്ട് ഈക്വൽ ടു 400 കണ്ടീഷൻ ട്രൂ. അപ്പോൾ ഇതിലുള്ള ഡേറ്റ പ്രിൻ്റ് ആവും. അതിലുള്ള ഡേറ്റ 2 ആണ്. 2 പ്രിൻ്റ് ആയിട്ട് ടെമ്പിനെ ടെം നെക്സ്റ്റിലോട്ട് മാറ്റണം. ടെമ്പ് ഇതാണ്. ടെം നെക്സ്റ്റ് 300 ആണ്. അപ്പോൾ ടെമ്പ് ഇപ്പോൾ 300ലോട്ട് വന്നു. ഇനി 300 നോട്ട് ഈക്വൽ ടു 400. ടെമ്പ് 300 ആണ്, ടെയിൽ 400 ആണ്. 300 നോട്ട് ഈക്വൽ ടു 400 കണ്ടീഷൻ ട്രൂ. അപ്പോൾ ടെമ്പിലുള്ള ഡേറ്റ പ്രിൻ്റ് ചെയ്യുന്നു. ടെമ്പിലുള്ള ഡേറ്റ 3 ആണ്. എന്നിട്ട് ടെമ്പിൻ്റെ വാല്യൂ ടെമ്പിൻ്റെ നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നു. ടെം നെക്സ്റ്റിലുള്ളത് 400 ആണ്. അപ്പോൾ ടെമ്പ് 400ലോട്ട് പോകും. ടെമ്പ് ഇവിടെ വന്നു. ഇപ്പോൾ വീണ്ടും ചെക്ക് ചെയ്യുന്നു കണ്ടീഷൻ. ടെമ്പും 400 ആണ്, ടെയിലും 400 ആണ്. അപ്പോൾ കണ്ടീഷൻ ഫോൾസ്. ഈ ലൂപ്പിൻ്റെ പുറത്ത് വരും. ഇപ്പോൾ നമ്മൾ ഇതുവരെയാണ് പ്രിൻ്റ് ചെയ്തത്. ഈ ടെയിൽ ഡേറ്റ നമുക്ക് പ്രിൻ്റായി കിട്ടിയില്ല. പക്ഷേ ടെമ്പ് ഇപ്പോൾ ഉള്ളത് ടെയിലാണ്. സോ ഇത് പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ലൂപ്പിൻ്റെ പുറത്ത് വന്നതിന് ശേഷം വീണ്ടും ഒരു പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. പ്രിൻ്റ് ഓഫ് %d, ടെമ്പ് ഡേറ്റ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് ടെയിലുള്ള ഡേറ്റയും പ്രിൻ്റ് ആയി കിട്ടും. ഈ ലൂപ്പിൻ്റെ പുറത്ത് വന്നു. ലൂപ്പിൻ്റെ പുറത്ത് വരുമ്പോൾ ടെമ്പ് വാല്യൂ ഈ ടെയിലാണ് ഉള്ളത്. അപ്പോൾ പ്രിൻ്റ് ഓഫ് ടെമ്പ് ഡേറ്റ കൊടുക്കുമ്പോൾ ടെമ്പിൻ്റെ ഡേറ്റ പാർട്ടിൽ 4 ആണുള്ളത്. 4 നമുക്ക് പ്രിൻ്റ് ആയി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ആണ് സെർച്ചിങ് ഫംഗ്ഷൻ. സെർച്ചിങ് നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എല്ലാ കേസസും വർക്ക് ആവുന്നുണ്ട്. സോ നിങ്ങളുടെ ലോജിക്ക് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് കോഡ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ലിസ്റ്റിലെ എലമെൻറ്റ് ലിസ്റ്റ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് എം ടി ആണെങ്കിൽ ലിസ്റ്റ് എം ടിന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി അല്ലാത്ത കേസിൽ ഈ ലിസ്റ്റിൽ ഒറ്റ എലമെൻറ്റ് മാത്രമുള്ള കേസിൽ യൂസർ എൻ്റർ ചെയ്യുന്ന ആ ഒരു ഡേറ്റയും ആ ഒരു എലമെൻറ്റിലുള്ള ആ ഒരു ഡേറ്റയും മാച്ചിങ് ആണോ എന്ന് നോക്കുന്നുണ്ട്. മാച്ചിങ് ആണെങ്കിൽ എലമെൻറ്റ് ഫൗണ്ട് അറ്റ് പൊസിഷൻ 1, മാച്ചിങ് അല്ലെങ്കിൽ എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ രണ്ട് കേസും അല്ലാത്ത ഇതിൽ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ രണ്ട് കേസും അല്ലാത്ത കേസിൽ ടെയിൽ ഞാൻ ടെം പോയിൻ്ററും കൂടി യൂസ് ചെയ്യുന്നുണ്ട് ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമേ
temp equal to tail next എന്ന് കൊടുക്കാം. temp equal to tail next അങ്ങനെ കൊടുക്കുമ്പോൾ ഈ temp ഫസ്റ്റ് നോഡിനെ ആയിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിൽ ഡു വൈൽ ലൂപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡു ആദ്യമേ യൂസർ എൻ്റർ ചെയ്യുന്ന ഡേറ്റയും temp ഡേറ്റയും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇഫ് എസ് ഈക്വൽ ടു temp ഡേറ്റ, എസ് യൂസർ എൻ്റർ ചെയ്യുന്ന സെർച്ചിങ് എലമെൻ്റ് ആണ്. ഈക്വൽ ടു temp ഡേറ്റ ആണെങ്കിൽ എലമെൻറ്റ് ഫൗണ്ട് അറ്റ് പൊസിഷൻ ഞാൻ ഒരു സി വാല്യൂം കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യമേ സി ഈക്വൽ ടു 1 കൊടുത്തു. അപ്പോൾ എലമെൻറ്റ് ഫൗണ്ടഡ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് സി കൊടുക്കുവാണ്. ഇഫ് എസ് ഈക്വൽ ടു temp ഡേറ്റ ആണെങ്കിൽ ഇഫ് ഇത് മാച്ചിങ് ആണെങ്കിൽ ഞാൻ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ ഫ്ലാഗ് നമ്മൾ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കണം. ദെൻ എലമെൻറ്റ് ഫൗണ്ട് ആണെങ്കിൽ ഫ്ലാഗ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. എന്നിട്ട് ഈ ഇഫ് കണ്ടീഷൻ ക്ലോസ് ചെയ്യാം. ഇഫ് കണ്ടീഷൻ ക്ലോസ് ചെയ്തിട്ട് സി വാല്യൂ ഞാൻ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ടെമ്പിനെ ഒരു പൊസിഷൻ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ടെമ്പ് ഈക്വൽ ടു temp നെക്സ്റ്റ്. ദെൻ ഇത് കഴിഞ്ഞിട്ട് വൈൽ കണ്ടീഷനാണ്. വൈൽ temp നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ്, ഇങ്ങനെ ഒരു കണ്ടീഷനും കൊടുത്തു. സോ ഇതെങ്ങനെ വർക്ക് ആവും നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞു ലിസ്റ്റ് എം ടി ആണെങ്കിൽ എം ടിന്ന് പ്രിൻറ്റ് ചെയ്യും. ഒരു എലമെൻറ്റ് മാത്രം ഉണ്ടെങ്കിൽ അത് മാച്ചിങ് ആണോ നോക്കിയിട്ട് മാച്ചിങ് ആണെങ്കിൽ എലമെൻറ്റ് ഫൗണ്ട് അറ്റ് പൊസിഷൻ 1, മാച്ചിങ് അല്ലെങ്കിൽ എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന കേസും എന്നതും സ്റ്റേറ്റ്മെൻറ്റും പ്രിൻറ്റ് ചെയ്യിപ്പിക്കും. അല്ലാത്ത കേസിൽ ഞാൻ ആദ്യം temp ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ് എന്നെടുത്തു. അപ്പോൾ temp ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ temp ഈ ഫസ്റ്റ് പൊസിഷനെ ആയിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. ദെൻ സി വാല്യൂ 1 ആയിട്ട് എടുത്തു, ഫ്ലാഗ് വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി ഇത് ഡു വൈൽ ലൂപ്പാണ്. ഡു വൈൽ ലൂപ്പ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. അപ്പോൾ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് 3 ആണെന്ന് വെച്ചു. 3 ഈക്വൽ ടു ടെമ്പിലുള്ള ഡേറ്റ ആണോ എന്ന് നോക്കും. ആണെങ്കിൽ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യും. ആൻഡ് എലമെൻറ്റ് ഫൗണ്ടഡ് പൊസിഷൻ എന്ന് പറഞ്ഞ് പൊസിഷനും പ്രിൻറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഇല്ലെങ്കിൽ ഈ ഇഫ് കണ്ടീഷനിലോട്ട് പോകത്തില്ല. ഇത് കണ്ടീഷൻ ട്രൂ അല്ല. സോ ഇഫ് കണ്ടീഷൻ ഈ ഒരു ബ്ലോക്കിൻ്റെ അകത്ത് പോകത്തില്ല. ആൻഡ് ഈ ബ്ലോക്കിൻ്റെ പുറത്ത് വരുമ്പോൾ C++ ഉണ്ട്. അപ്പോൾ സി വാല്യൂ 1 ആണ്. C++ ചെയ്യുമ്പോൾ സി വാല്യൂ 2 ആയിട്ട് മാറും. എന്നിട്ട് ടെമ്പിൻ്റെ വാല്യൂ നമ്മളൊന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ temp ഈക്വൽ ടു temp നെക്സ്റ്റ് കൊടുക്കുമ്പോൾ temp നെക്സ്റ്റ് 200 ആണ്. അപ്പോൾ temp 200ലോട്ട് പോകും. ഇപ്പോൾ temp ഉള്ളത് ഈ ഒരു പൊസിഷനിലാണ്. ഇനി 2 ഈക്വൽ ടു 3 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ അല്ല. അപ്പോൾ ഇഫ് ബ്ലോക്കിൻ്റെ അകത്ത് പോകത്തില്ല. അതിൻ്റെ പുറത്ത് C++ ഉണ്ട്. അപ്പോൾ സി വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ആയി ഇപ്പോൾ 3 ആവും. ദെൻ ടെമ്പിനെ നമ്മൾ ഒരു പൊസിഷൻ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നു. temp ഈക്വൽ ടു temp നെക്സ്റ്റ് 300 ആണ്. അപ്പോൾ 300ലോട്ട് temp പോവും. ആൻഡ് ഈ വൈലിൻ്റെ കണ്ടീഷൻ ഓരോ ടൈമും ചെക്ക് ചെയ്യണം. temp നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ്. ടെമ്പിൻ്റെ നെക്സ്റ്റ് 300 ആണ്. 300 നോട്ട് ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ്. ടെയിൽ നെക്സ്റ്റ് 100 ആണ്. 300 നോട്ട് ഈക്വൽ ടു 100. അതുകൊണ്ട് 300ലോട്ട് temp മൂവ് ആയി. ഇനി temp ഡേറ്റയും 3യും മാച്ചിങ് ആണോ എന്ന് നോക്കാം. മാച്ചിങ് ആണ്. അപ്പോൾ ഇഫ് കണ്ടീഷൻ ഈ ബ്ലോക്കിൻ്റെ അകത്ത് പോവും. ബ്ലോക്കിൻ്റെ അകത്ത് പോയിട്ട് എലമെൻറ്റ് ഫൗണ്ടഡ് പൊസിഷൻ ഇപ്പോൾ സി വാല്യൂ 3 ആണ്. അപ്പോൾ എലമെൻറ്റ് ഫൗണ്ടഡ് പൊസിഷൻ 3 എന്ന് പ്രിൻ്റ് ആവും. ഫ്ലാഗ് വാല്യൂ 1 ആവും. എന്നിട്ട് അതിൻ്റെ പുറത്ത് വന്നിട്ട് സി വാല്യൂ അഗെയിൻ ഇൻക്രിമെൻ്റ് ആവും. സി ഈക്വൽ ടു 4 ആവും. temp ഈക്വൽ ടു temp നെക്സ്റ്റിലോട്ട് പോവും. temp നെക്സ്റ്റ് 400 ആണ്. 400 നോട്ട് ഈക്വൽ ടു 100. കണ്ടീഷൻ ട്രൂ. സോ മൂവ് ആയി. ഇപ്പോൾ temp ഈ ഒരു പൊസിഷനിലോട്ട് വന്നു. ഇനി പിന്നെയും ഡേറ്റ ചെക്ക് ചെയ്യും. മാച്ചിങ് അല്ല. ദെൻ സി വാല്യൂ ഇൻക്രീസ് ആവും. സി ഈക്വൽ ടു 5 ആയി. ദെൻ temp ഈക്വൽ ടു temp നെക്സ്റ്റ്. temp നെക്സ്റ്റ് 100 ആണ്. 100 ഈക്വൽ ടു ടെയിൽ നെക്സ്റ്റ് 100. സോ കണ്ടീഷൻ ഫോൾസ്. ഈ ലൂപ്പിൻ്റെ അകത്ത് പോകത്തില്ല. ഓക്കെ, ഇപ്പോൾ നമുക്ക് എലമെൻറ്റ് ഫൗണ്ട്. സോ എലമെൻറ്റ് ഫൗണ്ടഡ് പൊസിഷൻ എന്ന് വന്നു. ഇനി ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ എലമെൻറ്റ് ഇല്ലെങ്കിൽ ഫ്ലാഗ് വാല്യൂ ചേഞ്ച് ആവത്തില്ല. ഫ്ലാഗ് വാല്യൂ 0 ആയിരിക്കും. ആ ഒരു കേസിൽ എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റിലുള്ള കോൺസെപ്റ്റ്സ്: ഇൻസേർഷൻ, ഡിലീഷൻ, ഡിസ്പ്ലേ ആൻഡ് സെർച്ച്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കോഡ് ആൻഡ് ഔട്ട്പുട്ടും കൂടി നോക്കാം. നമുക്ക് ആവശ്യമുള്ള ഹെഡർ ഫയൽസ് എല്ലാം ഡിക്ലെയർ ചെയ്യണം. ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് stdlib.h. ദെൻ സ്ട്രക്ചർ ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സ്ട്രക്ട് നോഡ് ഇൻറ്റു ഡേറ്റ, സ്ട്രക്ട് നോഡ് സ്റ്റാർ നെക്സ്റ്റ്, പിന്നെ ഇത് ക്ലോസ് ചെയ്തു. ദെൻ സ്ട്രക്ട് നോഡ് സ്റ്റാർ ടെംപ്, സ്റ്റാർ ന്യൂ നോഡ്, സ്റ്റാർ ടെയിൽ ഈക്വൽ ടു നൾ, സ്റ്റാർ കറണ്ട്. ദെൻ അടുത്തുള്ളത് ഇൻസേർഷൻ ഫംഗ്ഷനാണ്. വോയിഡ് ഇൻസേർട്ട് ബിഗിനിങ് ഓഫ് ഇൻഡെക്സ്. ന്യൂ നോഡ് ഈക്വൽ ടു സ്ട്രക്ട് നോഡ് സ്റ്റാർ malloc ഓഫ് സൈസ് ഓഫ് സ്ട്രക്ട് നോഡ്. ദെൻ ന്യൂ നോഡ് ഡേറ്റ പാർട്ട് ഈക്വൽ ടു എക്സ്, ന്യൂ നോഡ് നെക്സ്റ്റ് ഈക്വൽ ടു നൾ. If tail equal to null, tail equal to new node, tail next equal to new node. Else new node next equal to tail next equal to new node. Void insert and function. New node equal to struct node star malloc of size of struct node. New node data equal to x, new node next equal to null. If tail equal to null, tail equal to new node, tail next equal to new node. Else new node next equal to tail next equal to new node, and tail equal to new node. Then
insert at any position function. Void insert position of int x, int I equal to 0, c equal to 1 and position. New node equal to struct node star malloc of size of struct node. New node data equal to x, new node next equal to null. Printf enter the position to insert. Scanf percentage d comma ampersand pos. Temp equal to tail. While temp next not equal to tail, temp equal to temp next c++. If tail equal to null, tail equal to new node, tail next equal to new node. Else if position equal to 1, insert beginning of x. Else if position less than 0 or greater than c, printf invalid position. Else temp equal to tail next, while I less than position, temp equal to temp next I++. New node next equal to temp next equal to new node. Next, void delete beginning function. Void delete beginning of temp equal to tail next. If temp next equal to temp, tail equal to null, free of temp. Else if tail equal to null, printf list empty. Else tail next equal to temp next, free of temp. Next, delete end function. Void delete end of temp equal to tail next. If tail equal to null, printf list empty. Else if temp next equal to temp, tail equal to null and free of temp. Else while temp next not equal to tail next, current equal to temp, temp equal to temp next, and current next equal to temp next, tail equal to current and free of temp. Then delete at any position function. Void delete pos of int p I equal to 1, z equal to 1. Printf enter the position to delete. Scanf percentage d comma ampersand p. Temp equal to tail next. While temp not equal to tail, temp equal to temp next, c++. If tail equal to null, printf list empty. Else if p less than 1 or p greater than c, printf invalid position. Else if p equal to 1, delete beginning of. Else if p equal to c, delete end of. Else temp equal to tail next, while I less than p, current equal to temp, temp equal to temp next I++. Current next equal to temp next, free of temp. Then search function. Void search of int s, flag equal to 0, c equal to 1. Printf enter the element you are searching for. Scanf percentage d comma ampersand s. If tail equal to null, list empty. Else temp equal to tail next. If temp next equal to temp. If s equal to temp data, printf element found at position 1 and flag equal to 1. Else do if s equal to temp data, printf element found at position percentage d comma c, flag equal to 1, and temp equal to temp next, c++, while temp not equal to tail next. If flag equal to 0, printf element not found. Ini display function ആണ്. Void display of if tail equal to null, printf list empty. Else temp equal to tail next, while temp not equal to tail, printf percentage d comma temp data and temp equal to temp next. Printf percentage d comma temp data. ഇനിയുള്ളതാണ് മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷനിലാണ് നമ്മൾ മെനു എല്ലാം ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത് ആൻഡ് ഫംഗ്ഷൻ കോളൊക്കെ ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷനിലാണ്. മെയിൻ ഫംഗ്ഷൻ ഇൻറ്റു ചോയ്സ് ch, item, printf circular linked list, while of 1, ഇതിൻ്റെ അകത്തുള്ളത് ഫുള്ള് ഇൻഫിനിറ്റ് ടൈംസ് എക്സിക്യൂട്ട് ആവും. printf 1.insertion, 2.deletion, 3.search, 4.display and 5.exit. Then printf enter your choice കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒറ്റ ലൈനിലാണ് കൊടുത്തേക്കുന്നത്. സ്ലാഷൻ യൂസ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് ലൈൻസിൽ കൊടുക്കാം. സ്ലാഷൻ യൂസ് ചെയ്യാതെ ഡിഫറെൻറ്റ് ലൈൻസിൽ ഇത് കൊടുക്കാം. scanf percentage d comma ampersand choice. ഈ ചോയ്സ് ആണ് സ്വിച്ച് കേസിൻ്റെ അകത്ത് പാസ് ചെയ്യാൻ പോകുന്നത്. സ്വിച്ച് ഓഫ് ചോയ്സ് കേസ് 1, യൂസർ 1 ആണ് പ്രസ് ചെയ്തതെങ്കിൽ നമുക്ക് കേസ് 1 ആണ് വർക്ക് ആവാൻ പോകുന്നത്. കേസ് 1ൽ എൻ്റർ ദ ഡേറ്റ ടു ബി ഇൻസേർട്ടഡ് കൊടുത്തിട്ടുണ്ട്. അതിന് ഐറ്റമിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ആൻഡ് വെർ യു വാണ്ട് ടു ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു മെനു കൊടുക്കുന്നുണ്ട്. ഇൻസേർട്ടഡ് ബിഗിനിങ് എൻഡ് ആൻഡ് എനി പൊസിഷൻ. ആ ഒരു ഇതിനെ CHലാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. ഇഫ് CH equal to 1, ഇൻസേർട്ട് ബിഗിനിങ് ഓഫ് ഐറ്റം. else if CH equal to 2, insert end of item. else if CH equal to 3, insert POS of item. ഈ 3 ഓപ്ഷൻ അല്ല അവർ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഇൻവാലിഡ് ഓപ്ഷൻ എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ദെൻ ബ്രേക്ക്. ഇനി കേസ് 2 ഡെലീഷൻ ആണ്. ഡെലീഷനിലും where you want to delete എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡിലീറ്റ് ബിഗിനിങ്, എൻഡ് ആൻഡ് എനി പൊസിഷൻ. ആൻഡ് അതിനെ
CH-ലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇഫ് CH1 ആണെങ്കിൽ ഡിലീറ്റ് ബിഗിനിങ് ഫംഗ്ഷനെ വിളിക്കുന്നുണ്ട്. CH2 ആണെങ്കിൽ ഡിലീറ്റ് എൻഡ് ഫംഗ്ഷനെ വിളിക്കുന്നുണ്ട്. CH3 ആണെങ്കിൽ ഡിലീറ്റ് POS ഫംഗ്ഷനെ വിളിക്കുന്നുണ്ട്. ഇതൊന്നും അല്ല എങ്കിൽ ഇൻവാലിഡ് ചോയ്സ് എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് ബ്രേക്ക്. ഇനി യൂസർ 3 ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ സെർച്ച് ഫംഗ്ഷൻ വിളിക്കുന്നുണ്ട് ബ്രേക്ക്. 4 ആണെങ്കിൽ ഡിസ്പ്ലേ ഫംഗ്ഷൻ വിളിക്കുന്നുണ്ട് ബ്രേക്ക്. 5 ആണെങ്കിൽ ആ പ്രോഗ്രാമിൽ നിന്ന് കംപ്ലീറ്റ് എക്സിറ്റായി വരുന്നുണ്ട് ബ്രേക്ക്. ഇനി ഈ 5 ഓപ്ഷനെല്ലാം അവർ എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഇൻവാലിഡ് ചോയ്സ് എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കോഡ്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. ആദ്യം ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ലിസ്റ്റ് എംപ്റ്റി എന്ന് വന്നു. ഇപ്പോൾ ഇൻസേർട്ട് ചെയ്യാം. എൻ്റെ അത് ഡേറ്റ ടു ബി ഇൻസേർട്ടഡ് 1 ഞാൻ ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യുന്നു. പിന്നെ ഇൻസേർഷൻ 8 ഇതും ബിഗിനിങ്ങിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ 8 1 എന്നാണ് എനിക്ക് വരേണ്ടത്. 8 1. ഇനി എൻഡിൽ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഡേറ്റ 9 വൈ യു വോണ്ട് ടു ഇൻസേർട്ട് 2. ഇനി ഡിസ്പ്ലേ ചെയ്യുമ്പോൾ 9 എനിക്ക് എൻഡിലാണ് വരേണ്ടത്. 8 1 9. ഇനി എനി പൊസിഷൻ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഡേറ്റ 3 വേർ ടു ഇൻസേർട്ട് എനി പൊസിഷനും 3 ആണ്. ഇനി ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. എനിക്ക് 3 ഇവിടെ തേർഡ് പൊസിഷനിൽ വന്നു. ഞാൻ കാണിച്ച കോഡിൽ ഒരു ചെറിയ എറർ ഉണ്ടായിരുന്നു. അതിൽ ഇൻസേർട്ടഡ് എനി പൊസിഷനിൽ വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ വൈൽ ഐ ലെസ് ദാൻ പൊസിഷൻ വരെയാണ് ലൂപ്പ് വർക്ക് ചെയ്യിപ്പിച്ചത്. പക്ഷേ അത് വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു POS എന്നും കൂടി വരണം, എന്നാലേ അത് ശരിയാവത്തുള്ളൂ. ഓക്കെ, ഇനി ഇൻസേർഷൻ ഓക്കെ ആയി. ഡെലീഷൻ നോക്കാം. ഡെലീഷൻ വേർ യു വോണ്ട് ടു ഡിലീറ്റ് ബിഗിനിങ്. ഇനി നമുക്ക് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ 139 ആണ് വരേണ്ടത്. 139 വന്നു. ഇനി ഡിലീറ്റ് ചെയ്ത് നോക്കാം. ഫ്രം എനി പൊസിഷൻ കൊടുക്കാം. ഫ്രം സെക്കൻഡ് പൊസിഷൻ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ 1 and 9 ആണ് എനിക്ക് ഡിസ്പ്ലേ ആയി വരേണ്ടത്. 1 and 9 വന്നു. ഇനി വീണ്ടും ഡിലീറ്റ് ചെയ്യാം. പൊസിഷൻ അറ്റ് എൻഡ് കൊടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ 1 മാത്രമാണ് വരേണ്ടത്. 1 മാത്രം വന്നു. ഇനി സെർച്ച് ചെയ്ത് നോക്കാം. സെർച്ച് എൻ്റെ എലമെൻറ്റ് യു ആർ സെർച്ചിങ് ഫോർ ഞാൻ 1 ആണ് കൊടുക്കുന്നത്. എലമെൻറ്റ് ഫൗണ്ടഡ് പൊസിഷൻ 1 എന്ന് വന്നു. ഇനി പിന്നെയും സെർച്ച് കൊടുക്കാം. സെർച്ചിങ് എലമെൻറ്റ് 9 എലമെൻറ്റ് നോട്ട് ഫൗണ്ട് എന്ന് വന്നു. ഇനി ഇൻസേർഷൻ 5 ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യുന്നു. ഡിസ്പ്ലേ ചെയ്യുമ്പോൾ 5 and 1 ഉണ്ട്. ഇനി 1 സെർച്ച് ചെയ്ത് നോക്കാം. എലമെൻറ്റ് ഫൗണ്ടഡ് പൊസിഷൻ 2. ഇനി 5 കൂടി സെർച്ച് ചെയ്ത് നോക്കാം. 3 എൻ്റേത് എലമെൻറ്റ് യു ആർ സെർച്ചിങ് ഫോർ 5 എലമെൻറ്റ് ഫൗണ്ടഡ് പൊസിഷൻ 1 എന്ന് വന്നു. അപ്പോൾ ഇതിലുള്ള എല്ലാ ഓപ്പറേഷൻസും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കോഡ് ഗിറ്റബിലുണ്ട്. ഗിറ്റബിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. താങ്ക് യു. ഇനി എക്സിറ്റ് കൊടുത്താൽ എക്സിറ്റ് ആയി പോകും. പ്രോസസ് ഫിനിഷ്ഡ്.